ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ 3 ദിവസം പട്ടായയിൽ അടിച്ചു പൊളിച്ചതിന് ശേഷം ഞങ്ങൾ പോകുന്നു ബാങ്കോക്കിലേക്ക്. യെസ്, നൗ വി ആർ ഗോയിങ് ടു ബാങ്കോക്ക് ആൻഡ് വി ആർ ഗോയിങ് ടു സ്റ്റേ ഇൻ ബാങ്കോക്സ് ടോളസ്റ്റ് ഹോട്ടൽ, ദാറ്റ് ഇസ് ബയോക്കെ സ്കൈ ഹോട്ടൽ. അപ്പൊ ഈ ഒരു ഹോട്ടലിൽ നമ്മൾ ചെക്ക് ഇൻ പ്രോസസ് ഒക്കെ കഴിഞ്ഞു. നമ്മുടെ റൂം കിട്ടിയിരിക്കുന്നത് 78th ഫ്ലോറിലാണ്. ടോട്ടൽ ഇതൊരു 88 ഫ്ലോർ ബിൽഡിംഗ് ആണ്. അപ്പൊ ഇതിന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ബാങ്കോക്ക് മൊത്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ബാങ്കോക്കിന്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പൊ ഇതിനായിട്ട് ഇവിടെ ഒരു ഒബ്സർവേറ്ററി പോയിന്റും റിവോൾവിംഗ് പോയിന്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ കാണാം. ഇപ്പൊ നമ്മൾ നേരെ പോകുന്നത് എവിടേക്കാണ്? അടുത്തുള്ളൊരു മോളിലേക്കാണ്. അപ്പൊ മോളിൽ പോയിട്ട് നമുക്ക് കുറച്ച് നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റിംഗ് ഐറ്റംസ് ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. അപ്പൊ നല്ല റേറ്റിൽ നമ്മൾ കുറച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പൊ ഇതൊക്കെ സോപ്പൊക്കെയാണ് കേട്ടോ. അപ്പൊ അവർ നമ്മളെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വാങ്ങാനൊക്കെ. നമ്മൾ മേടിച്ചില്ല. പിന്നെ നമ്മൾ ഒരു ഷവർമ കഴിക്കാൻ വേണ്ടി മിസ്റ്റർ ഷവർമയിലേക്ക് പോയി. അടിപൊളി ഷവർമയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. പിന്നെ എഗെയിൻ ഐ വാസ് ഹംഗ്രി. അപ്പം ഞങ്ങൾ കുറച്ച് സ്പ്രിംഗ് റോള്, അതേപോലെ ഫ്രൈഡ് റൈസ്, പിന്നെ പ്രോൺസ്, അതൊക്കെ ഞങ്ങൾ കഴിച്ചു കേട്ടോ. അതിനുശേഷം കുറച്ച് ഫ്രൂട്ട്സും കഴിച്ചു. മാംഗോസ് ആണ് മെയിനായിട്ട് കഴിച്ചത്. മാംഗോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. അപ്പം ഞങ്ങൾ നല്ല അടിപൊളി മാംഗോ കിട്ടും ഇവിടെ. അപ്പം മാംഗോസ് ഒക്കെ കഴിച്ച് ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഹോട്ടലിൽ തന്നെ പോയി. അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്ന 2 മെയിൻ ആക്ടിവിറ്റി നമ്മുടെ ഹോട്ടലിൽ തന്നെയാണ്. ഒന്ന് ഒബ്സർവേറ്ററി പോയിന്റും ഒന്ന് 360 ഡിഗ്രി റിവോൾവിംഗ് പോയിന്റ്. അപ്പം ഇതാണ് ഒബ്സർവേറ്ററി പോയിന്റ്. ഇവിടെയും കുറെ എന്റർടൈൻമെന്റ് സോൺസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബാങ്കോക്ക് മൊത്തം ആ ബാങ്കോക്കിന്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പൊ ഇതിലൊക്കെ ഇരുന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ റിവോൾവിംഗ് പോയിന്റിലേക്ക് പോയി. അപ്പൊ ഇത് ഒരു 360 ഡിഗ്രി, ഇത് എപ്പോഴും കറങ്ങിക്കൊണ്ടേയിരിക്കും കേട്ടോ. ഈ ഒരു റിവോൾവിംഗ് പോയിന്റ് നമ്മൾ ജസ്റ്റ് കയറി നിന്ന് കഴിഞ്ഞാൽ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ബാങ്കോക്കിന്റെ ഫുൾ ബ്യൂട്ടി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഭയങ്കര ഒരു നല്ലൊരു ആക്ടിവിറ്റിയാണ് കേട്ടോ. ഇത് മിസ് ചെയ്യാതെ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. നമ്മളിപ്പോൾ ഉള്ളത് 309 മീറ്റേഴ്സ് ലെവലിലാണ് നമ്മളുള്ളത്. അങ്ങനെ നമ്മൾ കുറച്ചു നേരം അവിടെ എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഖാവ് സൗണ്ട് റോഡിൽ പോയി. ഒരു ഹാപ്പനിങ് ആയിട്ടുള്ള വാക്കിംഗ് സ്ട്രീറ്റ് പോലെയല്ല, ഏകദേശം അതേപോലെ തന്നെ ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു റോഡാണതും. അപ്പം നമ്മൾ ബാങ്കോക്കിൽ അവിടെ പോയി. പിന്നെ ഞാൻ എൻ്റെ മുടിയൊക്കെ കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. കണ്ടോ, ഈ 2 കളേഴ്സാണ് ഞാൻ ചൂസ് ചെയ്തത്, ഒരു ഓറഞ്ചും ആൻഡ് നിയോൺ ഗ്രീൻ. അപ്പോൾ അടിപൊളിയായിട്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഒരു സ്മോൾ ഡിന്നർ കഴിക്കാം. വലിയ ഡിന്നറല്ല, ഞങ്ങൾക്ക് സ്ട്രീറ്റ് ഫുഡും ട്രൈ ചെയ്യണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്മോൾ ഡിന്നർ കഴിച്ചു. കോക്ടെയിലും അതേപോലെ അവിടുത്തെ ഗാർലിക് ബ്രെഡും അതൊക്കെ കഴിച്ചിട്ട് ദെൻ വി കെയിം ടു ദ സ്ട്രീറ്റ്. അപ്പോൾ സ്ട്രീറ്റിൽ ഞങ്ങൾ നടന്നു, കുറേ നേരം നടന്നിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഈ ഒരു സ്വീറ്റ് കണ്ടു. ഇതൊരു ഭയങ്കരമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് നോക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഇതൊരു കോക്കനട്ട് മിൽക്കിൽ, എനിക്കറിയില്ല റാഗി ബോൾസ് ആണോ അങ്ങനെ എന്തോ ഇട്ടിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു ലൈറ്റ് സ്വീറ്റ് ആണ്, മോശമല്ല, അത്ര വാവൊന്നും പറയാനില്ല, ഒരു ലൈറ്റ് സ്വീറ്റ് ആണ്. ഇതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് നമ്മുടെ ഹോട്ടലിലെത്തി. കുറച്ച് നേരം അവിടെയും നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് സ്പെൻഡ് ചെയ്തതിനു ശേഷം ഞങ്ങൾ റൂമിലെത്തി. ഇതാണ് ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള വ്യൂ കേട്ടോ. 78th ഫ്ലോറിൽ നിന്നുള്ള വ്യൂ ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ബൈ ബൈ ഗൈസ്. അപ്പൊ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ ബൈ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.